ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അഗത്തി ദ്വീപിലാണ് എത്തിച്ചേർന്നത്. അതിരാവിലെ സൂര്യോദയം കാണുന്നതിന് വേണ്ടി കിഴക്ക് ദിക്ക് നോക്കി നടന്നു. പക്ഷേ ഞങ്ങൾ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ സൂര്യൻ കടലിൽ നിന്നും ഉയർന്ന് ഞങ്ങളെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സൂര്യോദയം കൃത്യമായി കാണാൻ കഴിയാത്ത വിധത്തിൽ കാർമേഘങ്ങൾ വികൃതി കാണിച്ച് സൂര്യനെ മൂടി നിൽക്കുകയായിരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ അതാ തെങ്ങുകൾ ഇങ്ങനെ നിശ്ചലമായി നിൽക്കും. കാറ്റ് തീരെ ഇല്ല എന്ന് അതിൽ നിന്നും മനസ്സിലായി. വളരെ ശാന്തമായ തിരമാലകളാണ് ഈ കടൽ തീരത്ത് നമ്മൾക്ക് ദൃശ്യമാകുന്നത്. സൂര്യൻ ഇപ്പോഴും ഞങ്ങളെ കാണുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാർമേഘങ്ങൾ ഒരു പൊടിക്ക് സമ്മതിക്കാത്ത നിലയിലായിരുന്നു. കടൽ തീരത്തെത്തിയാൽ കടലിനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് എത്ര നേരം നിന്നാലും മതി വരാത്ത ഒരു കാര്യമാണല്ലോ. മേഘാവൃതമായ അന്തരീക്ഷത്തിൽ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് കുറേ നേരം ചെലവഴിച്ചു. മീൻപിടുത്തത്തിന് പോകുന്ന ബോട്ടുകൾ ഞങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയും കാണാനിടയായി. എത്ര നേരം കാത്തു നിന്നിട്ടും സൂര്യനെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല. കടലും കാർമേഘവും സൂര്യനും ഒത്തുചേർന്നുള്ള ഒരു ഒളിച്ചുകളിയാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. കടലിനെ കരയിലേക്ക് അടിച്ചു കയറാതെ സംരക്ഷിക്കുന്ന കടൽ ഭിത്തികൾ അവിടെ കാണാനുണ്ട്. കടൽ തീരത്ത് എത്ര നേരം ഇരുന്നാലും മതി വരികയില്ല, നേരം പോകുന്ന അറിയുകയില്ല. പക്ഷേ സൂര്യോദയം കാണുക എന്നുള്ള ലക്ഷ്യം ഒരു നിലയ്ക്കും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. നീലാകാശവും കടലും കണ്ട് ആസ്വദിച്ചു. പക്ഷേ ഒരു നിലയ്ക്കും സൂര്യനെ പുറത്ത് കാണിക്കാതെ അവർ വാശി പിടിച്ചു നിൽക്കുന്ന സ്ഥിതിയിൽ ഞങ്ങൾ തോറ്റ് പിന്മാറുകയാണ്. സൂര്യോദയം കാണാൻ മറ്റൊരു ദിവസം ശ്രമിക്കാം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ പിൻവാങ്ങുകയാണ്. കടലും മേഘങ്ങളും സൂര്യനും കാറ്റും എല്ലാം ചേർന്ന് ഞങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു. സൂര്യോദയം കാണാൻ ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്ന വാശിയിൽ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ നീരസത്തോടെ പിണക്കത്തോടെ പിൻവാങ്ങുന്നു.